എന്റെ വീട്ടിലോട്ട് ഒരു ബി.ജെ.പി കാരൻ വരുന്നത് ഇങ്ങോട്ട് വന്നേ നീ എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അങ്ങ് ദേശാഭിമാനിയുടെ കേരളയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആളാണല്ലോ. പ്രേമചന്ദ്രനെ പാർലമെന്റിൽ പ്രധാനമന്ത്രി മറ്റ് എംപിമാരോടൊപ്പം ചായ കുടിക്കാൻ വിളിച്ച് നിങ്ങൾ വാർത്തയാക്കിയില്ലേ? നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ? എന്താ ഇത് വാർത്തയാക്കാത്തത്? പ്രേമചന്ദ്രൻ പബ്ലിക് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചപ്പോ പോയതിനെ ചർച്ചയാക്കിയ കൈരളിക്ക് എന്താ ഇ.പി. ജയരാജന്റെ ആക്കുളത്തെ വീട്ടിൽ, ഇ.പി. ജയരാജന്റെ വാക്കിൽ പറഞ്ഞാൽ ഞാൻ സ്ഥിരമായി പോകാത്ത ആക്കുളത്തെ വീട്ടിൽ പോയത്, ബാക്കി മാധ്യമ സ്ഥാപനങ്ങളോട് ആ വിഷയത്തിൽ പരിഭവമില്ല, കാരണം എല്ലാവരും ചർച്ചയാക്കി, എന്താ കൈരളിൽ ആ വിഷയം ചർച്ചയാക്കാത്തത്? നിങ്ങൾ പറഞ്ഞു. അല്ല, എന്റെ ഒരു ചോദ്യം പ്ലേസ് ആയല്ലോ. കൈരളിയിൽ ചർച്ച നടക്കാത്തത് അതിനൊരു മറുപടി താങ്കൾ ലഘുവായി പറഞ്ഞു. ഇപ്പൊ താങ്കളെ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്താണ് ചർച്ച ചെയ്യാത്തത്? എന്താ ചർച്ചയായില്ലല്ലോ? ആ ദിവസത്തെ ചർച്ച ഇതല്ലായിരുന്നല്ലോ. ആ ദിവസം എന്താ ഇത് ചർച്ച ചെയ്യാഞ്ഞത്? ഞാൻ ചോദിക്കുന്നത്, എൻ.കെ. പ്രേമചന്ദ്രൻ പാർലമെന്റിലെ പബ്ലിക് ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച ചർച്ച 3 ദിവസം ചർച്ച. എന്താ ഉറക്കം വരുന്നു. നീ അത് ബി.ജെ.പിയിലേക്കുള്ള പോക്കാണെന്ന് പറഞ്ഞ ആളാണ് ഇ.പി. ജയരാജൻ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. 3 ദിവസം ചർച്ചയും ഇ.പി. ജയരാജന്റെ പരാമർശം ഞാൻ പറയുന്നത്. അതേ ഇ.പി. ജയരാജന്റെ വീട്ടിൽ രഹസ്യമായി ബി.ജെ.പിയുടെ പ്രഭാരിയെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം അത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ രഹസ്യ സ്വഭാവമുള്ള ചർച്ച തന്നെയാണ്. ആ രഹസ്യ സ്വഭാവമുള്ള ചർച്ച നിങ്ങൾക്ക് ചർച്ചയാക്കണ്ട. അവമാനിക്കരുത്. അല്ല, ഇ.പി. ജയരാജൻ എന്തെങ്കിലും വില ഉണ്ടാവുമല്ലോ അല്ലേ? മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ്. അതിനൊന്നും ഇല്ലേ? എന്റെ വീട്ടിലൊരു നല്ല സുന്ദരം പട്ടിയുണ്ട്, ബ്രൂണോ. അവൻ പോലും ബി.ജെ.പിയിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ കയ്യിൽ കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കയ്യിൽ ഇത് മുന്നണി കൺവീനർ പോകാൻ നിൽക്കുക. അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല എന്താ കൈകളിൽ ചർച്ച നടത്തുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. കൈരളി എന്താ ചർച്ച നടത്താതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എന്ത് മറുപടി? ഇ.പി. ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യും. ശരി, നിങ്ങൾ ക്രോസ് വെക്ക്. നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു അസംബന്ധ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച വെക്ക്. എന്താ പറ്റുമോ? നിങ്ങൾ വെക്ക്. ഇ.പി. ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. ഇ.പി. ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. കൈവച്ചിരുന്നാ മതി. I don't like your attitude. എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതമാകേണ്ട കാര്യം നിങ്ങൾ? ഇത്ര പ്രകോപിതമാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ മാധ്യമ സമിതി 50 മിനിറ്റ് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ നിങ്ങളായിട്ട് വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ് ഞാൻ പറഞ്ഞു. അങ്ങ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് ചെറ്റത്തരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്ത് പ്രകോപനം ഉണ്ടാക്കിയത്? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങാണ് കുറെ നേരമായിട്ട് വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വിരട്ടലൊക്കെ 8 മടക്കി കൈവച്ചാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.